എന്താണ് പരിപാടി? കോമ്പൗണ്ട് എഴുതി കളിക്കാം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? എന്താ ജിമി ഒരു മൈൻഡൊന്നും ഇല്ലാത്ത മൂഡ് ഓഫ് ആണോ? അല്ല എന്താ ടെൻഷൻ? എന്ത് ടെൻഷൻ? ഒരു ടെൻസ്ഡ് ആയിട്ടുള്ള വന്ന പോലെ മുഖം പോലെ. ഓക്കെ ഓക്കെ കൂൾ കൂൾ. നമുക്ക് ഈസി ആയിട്ട് പോയി ചെയ്യാം കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. നല്ല വിശേഷമാണോ? എല്ലാവർക്കും നല്ല വിശേഷമാണല്ലോ അല്ലേ? എന്നാ ഇനി നമുക്ക് കുറച്ച് സാധനം പഠിക്കട്ടെ. സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. എവിടെ ശ്രദ്ധിച്ച മക്കളെ? സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന സാധനമാണ്. എന്താണെന്നറിയോ? ഈ ചെറിയ ചെറിയ നമ്മളിങ്ങനെ ഡെയിലി കാണുന്ന പ്രോഡക്ട്സ് ഇല്ലേ, ഇത് അത് കുപ്പി ബുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ചെറുതായി പഠിക്കാൻ പോകുന്നത് എന്താ? പ്രോഡക്ട്സ്. പറഞ്ഞേടാ. പ്രോഡക്ട്സ്. യാ ഗുഡ്. പ്രോഡക്ട്സ്. എനിക്കൊരു മാലിച്ചിനെ കൂടി പോയി ക്ഷമിക്കുക. ഓക്കെ, പുതിയ തരം വിചാരിച്ചു. അപ്പൊ നമ്മൾ എന്താണ് പ്രോഡക്ട്സ് ആണ് പഠിക്കാൻ പോകുന്നത്. പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ പ്രോഡക്ട്സ് നമുക്ക് അറിയാം? ഡെയിലി യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് അറിയാം. പിന്നെ കുറെ പ്രൊഡക്റ്റ് അറിയാം. ഇതിനൊക്കെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ അറിയുമോ? നമുക്ക് ഈ കുപ്പി നമ്മൾ എന്നും ചിലപ്പോ യൂസ് ചെയ്യുന്നുണ്ടാവും. അതെ, എന്നും തിന്നുന്ന പ്രോഡക്റ്റ് ഉണ്ട്. അല്ലെ, എല്ലാ ദിവസവും ഫുഡ് കഴിക്കണ്ടേ? അപ്പൊ ഇന്ന് കഴിക്കുന്ന പ്രോഡക്ട്സ് അവിടെ ഉണ്ട് ഇല്ലേ? കണ്ടോ? പ്രോഡക്ട്സ് ഉണ്ടോ? കഴിക്കുന്ന ഫുഡ് പ്രോഡക്റ്റ് ആണോ? അതെ, അപ്പൊ ഇന്ന് കഴിക്കുന്ന പ്രോഡക്ട്സ് അവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ പ്രോഡക്ട്സിനെ അതിന്റെ ഡ്യൂറബിലിറ്റി അല്ലെങ്കിൽ അതിന്റെ ടൈമിന്റെ ബേസിസിൽ നമ്മളൊന്ന് ഡിവൈഡ് ചെയ്യാൻ പോവാ. എന്തിന്റെ ബേസിലാണോ? നാൻസിങ്ങനെ ഉറങ്ങിയില്ല. എന്താ പറ്റിയേ? ഉറങ്ങിയായിരുന്നോ? എന്നിട്ട് എന്താ വായിക്കട്ടെ കേട്ടോണ്ടിരിക്കുന്നു? ടൈമിന്റെ ബേസിൽ നമ്മൾ ആര് ഡിവൈഡ് ചെയ്യുവാണ്? പ്രോഡക്റ്റിനെ ഒന്ന് ഡിവൈഡ് ചെയ്യുക. അതിനെ നമ്മൾ ഇങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണേ. നോക്കിക്കേ, ഏതൊക്കെയാണ്? ഏതൊക്കെയാടാ? ഡ്യൂറബിൾ. പറഞ്ഞേ. പറഞ്ഞേടാ, ഉച്ചത്തിൽ പറ. അടുത്ത എന്താടാ? നോൺ ഡ്യൂറബിൾ. ഒന്ന് ഡ്യൂറബിൾ ആണെങ്കിൽ മറ്റേത് നോൺ ഡ്യൂറബിൾ. ഇവിടെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ കണ്ടോ? ഇതിനകത്ത് ഏതാ ഡ്യൂറബിൾ ഏതാ നോൺ ഡ്യൂറബിൾ എന്ന് പറയാൻ പറ്റുമോ? എന്തുകൊണ്ടാടാ? കുറെ കാലം നിൽക്കും. അത് നമ്മള് ലാപ്ടോപ്പ് എടുക്കുന്നത് എങ്ങനെയാ? കുറെ നാളത്തെ പരിശ്രമത്തിൽ ഇങ്ങനെ ആലോചിച്ച് വെച്ചിട്ടാണ് എന്തെടുക്കുന്നത് അല്ലേ? ഇപ്പൊ പോയിട്ട് അപ്പുറം കടയിൽ നിന്ന് പോയി ലാപ്ടോപ്പ് മേടിക്കുവോ? ഇല്ല. നമ്മൾ ആലോചിച്ച് അതിന്റെ ബഡ്ജറ്റ് ഒക്കെ നോക്കി ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു സാധനം നമ്മൾ എന്ത് ചെയ്തടാ? മേടിക്കുന്നു. അതാണ് നമ്മുടെ ലാപ്ടോപ്പ്. അപ്പൊ അതെന്താണ്? ഭയങ്കരമായിട്ട് ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് എന്ന് പറയുന്നത് ലാപ്ടോപ്പ്. ഇതിനകത്ത് നോക്കട്ടെ, ഇതെനിക്ക് പഴമൊന്നും കിട്ടാണ്ടാട്ടോ. ഇതെന്താ? അപ്പോ ആപ്പിൾ കണ്ടോ? ഡാൻഷേ കണ്ടു. ഇതെന്താണോ? എന്റെ പൈനാപ്പിളിന്റെ കണ്ണും മൂക്കും കൊണ്ട് സംസാരിക്കുന്ന പൈനാപ്പിൾ. ഓക്കെ. അപ്പൊ ആപ്പിളും പൈനാപ്പിളും ഒക്കെ എന്തായിരിക്കും? ഫ്രൂട്ടാ. ഒറിജിനൽ ഫ്രൂട്ട് കിട്ടാത്തോണ്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുത്താണ് കേട്ടോ. അപ്പൊ ഇതെന്താണ്? നോൺ ഡ്യൂറബിൾ. ഇത് എത്ര പ്രാവശ്യത്തേക്ക് ഉണ്ടാവും? കുറച്ച് സമയത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് പെട്ടെന്ന് നമ്മൾ ഭക്ഷിച്ച് തീർക്കും. ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്താ കേടായി പോകും. അപ്പൊ ഇതെന്താടാ? നോൺ ഡ്യൂറബിൾ ആയിട്ടുള്ള ഗുഡ്സ്. എന്താ? ഫോർ എ ഷോർട്ട് പീരീഡിലേക്കുള്ള ഗുഡ്സ് ആണ് എന്തെന്ന് പറയുന്നത്? നോൺ ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറയുന്നത്. ഇതിനകത്തൊന്ന് നിങ്ങൾ ഡിവൈഡ് ചെയ്തേ. എണ്ണയൊക്കെ എന്താടാ? വെരി ഗുഡ്, വെരി ഗുഡ്. അതേപോലെ നോക്കി ഇവിടെ കുറെ സാധനങ്ങൾ ഇരിപ്പുണ്ടല്ലേ? ഇതൊക്കെ എന്തായിരിക്കും? ഒരു ഫേസ് വാഷ് ഉണ്ട്. സ്പ്രേ ഞാൻ കഴിഞ്ഞിട്ട് തരുള്ളൂ, ഇപ്പൊ തരത്തില്ല കേട്ടോ. പറയൂ, എന്താ ഇത്? ഇതൊക്കെ എന്താ? വെരി ഗുഡ്, നോൺ ഡ്യൂറബിൾ. പിന്നെ ഒരു സാധനം ചോദിക്കട്ടെ. ഇവിടെ നമ്മൾ ഇത് പറഞ്ഞു, പേസ്റ്റ് പറഞ്ഞു. പേസ്റ്റ് രാവിലെ പോലെ ഉപയോഗിക്കാറുണ്ടോ? നീ പല്ല് തേക്കുന്നില്ലേ? അപ്പൊ അതുകൊണ്ട് ഈ രണ്ടെണ്ണം നിങ്ങൾക്ക് ഇപ്പൊ എന്താ? നോൺ ഡ്യൂറബിളും ഡ്യൂറബിളും നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ട്. വെരി ഗുഡ്. ഇനി ചോദിക്കട്ടെ, ഈ സാധനങ്ങൾ എവിടെ ഉൾപ്പെടുത്താം? ഡ്യൂറബിൾ ആണ്. നമ്മൾ വേറെ എണ്ണത്തിലേക്ക് പഠിക്കാൻ പോവാണ്. ഡ്യൂറബിൾ ആണ്. ഓക്കെ. മെഡിസിനോ?
ഓക്കെ. പക്ഷെ നമ്മൾ ഇതിന് വേറൊരു സ്പെസിഫിക്കേഷൻ കൊടുക്കാൻ പോവാ. കൊടുക്കട്ടെ? ഇതിന് വേറൊരു സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് അൺസോൾഡ് ഗുഡ് എന്ന് പറയും. പറഞ്ഞേ, അൺസോൾഡ് ഗുഡ്സ് എന്ന് പറയും. ഈ സ്പെസിഫിക്കേഷനിൽ ഇതിന്റെ തന്നെ വേറൊരു ഐറ്റം ആണ്, സംഭവമാണ്. നമ്മളിങ്ങനെ ജെമി രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ജെമി കടയിൽ പോവാണേ. കടയിൽ പോയി കഴിയുമ്പം മാർക്കറ്റിലേക്ക് പോയി. മാർക്കറ്റിന് കുറച്ച് 2-3 സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയാണ് ജെമി പോയത്. എത്ര 2-3 സാധനങ്ങൾ. അപ്പം ഇച്ചിരി പച്ചക്കറി, വെള്ളരിക്ക വാങ്ങണം, അങ്ങനെ കുറച്ച് ഒരു ഫാൻ വാങ്ങണം, അങ്ങനെയൊക്കെ പറഞ്ഞു പോയ വഴിക്ക് പോയിട്ട് ഇങ്ങനെ തിരിച്ചു വരുവാണേ. ആലോചിച്ചോ? അപ്പം അവിടെ എന്ത് കണ്ടു? ഒരു മുട്ട ഇരിക്കുന്നു കണ്ടു. മുട്ട എഗ് ഇരിക്കുന്നു കണ്ടു. എന്ത് ചെയ്യും? ആവശ്യമുള്ളപ്പോ വാങ്ങും. ഇനിയിപ്പം വേറൊരു സാധനം കണ്ടു, ഇതുവരെ കാണാത്തൊരു ചോക്ലേറ്റ് കണ്ടോന്ന് വിചാരിച്ചു. അത് ഞാൻ വാങ്ങും. ചോക്ലേറ്റ് എഴുതി വെച്ചിട്ടില്ല വാഹിദേ. നീ എന്താ ഇങ്ങനെ തെറ്റിദ്രം പറയുന്നത്? സമ്മാനം തരും. എടുക്കാം. അപ്പൊ അത് വാങ്ങുമോ? അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്തു? ഒരാവശ്യം അവിടെ ഡിറൈവ് ചെയ്തു. അപ്പൊ ഒരു സ്പെസിഫിക് ആവശ്യങ്ങൾക്ക് വേണ്ടി അങ്ങനെ ഡിറൈവ് ചെയ്യുന്ന നമ്മുടെ ചില ഡിസയേഴ്സ് ഉണ്ട്. അങ്ങനെ അത് നമ്മൾ വാങ്ങിക്കണം എന്ന് വിചാരിച്ച് പോയതാണോ? അല്ല. പിന്നെ വാങ്ങിക്കേണ്ടതായ ഒരു സാഹചര്യം വന്നപ്പോ വാങ്ങിച്ചു പോയതാണ്. എന്ത്? വെരി ഗുഡ്. ആഗ്രഹം കൊണ്ട് വാങ്ങിച്ചതാണ്.